കന്യാകുമാരി ജില്ലയിലെ വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളുവ പ്രതിമയ്ക്കും മധ്യേ പണി കഴിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ കണ്ണാടിപ്പാലം കാണാനാണ് ഇന്നത്തെ എൻ്റെ യാത്ര. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എന്നും രാവിലെ 7:15 പുറപ്പെടുന്ന കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് യാത്ര ആരംഭിച്ചത്. 125 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കന്യാകുമാരി യാത്രയിലെ ആദ്യത്തെ തടസ്സം ഇവിടെയാണ് തുടങ്ങിയത്. ഇന്നേ ദിവസം 3/4 മണിക്കൂർ ലേറ്റായിട്ടാണ് ട്രെയിൻ എത്തിയത്. മരങ്ങളും മലകളും പുഴകളും കൃഷിപ്പാടങ്ങളും കണ്ടുള്ള യാത്ര ഒരു പാലക്കാടൻ യാത്രയുടെ ഫീലാണ് തന്നത്. കൃത്യം 12 മണിക്ക് തന്നെ ട്രെയിൻ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിവേകാനന്ദ പാറയിലേക്ക് 1 കിലോമീറ്റർ ദൂരം പോലുമില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ മെയിൻ റോഡ് ഒഴിവാക്കി ഇടറോഡിൽ കൂടിയാണ് യാത്ര ആരംഭിച്ചത്. ഇവിടെ എല്ലാ വീടിൻ്റെയും പുറത്ത് അരിപ്പൊടിയുടെ കോലങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇടറോഡിൽ കൂടിയുള്ള യാത്രയിൽ ഞാൻ കുറച്ച് കറങ്ങിയെങ്കിലും ഒടുവിൽ കുറച്ച് വൈകിയാണെങ്കിലും ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തി. കാറ്റിൻ്റെ അതിപ്രസരണം കാരണം സന്ദർശകരെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല എന്നൊരറിയിപ്പിനെ തുടർന്ന് സഞ്ചാരികളും ഇവിടുത്തെ പോലീസും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം നടക്കുന്നുണ്ട്. ആ തർക്കം ധാരണയാകുന്ന സമയം കൊണ്ട് കുമാരിയമ്മൻ ക്ഷേത്രത്തിലും അവിടുത്തെ മറ്റ് കാഴ്ചകളും കാണാമെന്ന് കരുതി. ഈ വെള്ളശങ്കൻ എങ്ങനെ? 150. വലുത്? ഇത് വലുത് 850. ഇത് അങ്ങായിട്ടിരിക്കുന്നത് സ്റ്റാർ ഫിഷ്. ഒറിജിനലാണോ? എല്ലാം ഇതെങ്ങനെ സ്റ്റാർ ഫിഷ്? 100 രൂപ. 100 രൂപ. 100 രൂപ. അത് 200. വെള്ളശങ്ക് എല്ലാം 200. എല്ലാമേ 200. ഇതെല്ലാം 200. ഇത് 100 രൂപ. ചെറുതല്ലേ? 100 രൂപ. ഇത് 100. അത് 100 രൂപ. ഇതോ? ഇത് 100. എല്ലാം 100. എല്ലാം 100. ഈ സെക്ഷൻ ഇവിടുന്നോട്ട് 100. ഇത് 5 രൂപ. 5 രൂപ അല്ലേ? ശരി. ഇത് 5 രൂപ. ഇത് 10 രൂപ. ഇത് ചപ്പാത്തില്ല? ഒന്നും ചെയ്ത നാച്ചുറൽ. ഗംഗാനദിയിലിருந்து കിട്ടുന്നതാ സ്ഫടികലിംഗം. ഇത് നമ്മൾ നെത്തിയിലെ വിടുന്ന ഭസ്മം ഉണ്ടല്ലേ, ഒരു സ്റ്റീൽ കിണ്ണത്തിലെ താഴെ വിട്ട് ഇങ്ങനെ നിന്നാലേ നിൽക്കും. ഇതിനകത്തിരിക്കുന്ന ആ ഭസ്മം നമ്മൾ വിടുമ്പോൾ അകത്ത് പിടിക്കുമില്ല. ആ ഭസ്മം എടുത്ത് ഇങ്ങനെ തൊട്ട് വിട്ടാലേ ഐശ്വര്യം വരും. ഉരുണ്ടി വരുന്ന സാധനങ്ങൾ അതാ സ്ഫടികലിംഗം. അതാണ് സ്ഫടികലിംഗം. സ്ഫടികം എന്ന് വെച്ചാൽ ഗ്ലാസ് ആണ് അല്ല? ഗ്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തലകില കാണത്തില്ല. നിങ്ങൾ ഇരിക്കുന്നത് നോക്ക്. നിങ്ങൾ എന്നെ കാണുമ്പോൾ തലകില കാണും. നിങ്ങൾക്ക് ഞാൻ കാണുമ്പോൾ അങ്ങനെ തലകില കാണും. ശരി, തലകീഴ കാണുന്നുണ്ട്. എന്താ ഗ്ലാസ് എങ്ങനെ കാണുമാ?
എവിടെയും ക്ലാസ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാ? ഓക്കേ, ശരി 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 ശരി. എല്ലാം ഫുള്ള ഗംഗാനദിയിലിருந்து കിട്ടുന്നത്. ആത്മാലിംഗം, ബാണലിംഗം, ഗോമതി ചക്രം, ശംഖ് ചക്രം. ഇത് ശങ്കര ഭഗവാൻ സാലിഗ്രാം. ശങ്കര ഭഗവാൻ സാലിഗ്രാം. ശങ്കര ഭഗവാൻ അല്ലേ? ഇതിന് ശിവരാത്രി വരുന്നില്ല, ശിവരാത്രി വർഷத்துக்கு നമ്മളുടെ കൈ കൊണ്ട് നമ്മളുടെ കുടുംബത്തിലുള്ളത് നല്ലത് കിട്ടത് പറഞ്ഞ് ഇതിനകത്ത് പാൽ വിട്ടാലേ ആ പാൽ ഇത് സാപ്പിടും. പാൽ ഇത് കുടിക്കും. ആ മിച്ച പാൽ നമ്മൾ തീർത്ഥമായിട്ട് സാപ്പിടും. ഓ, മിച്ചമുള്ള പാൽ നമ്മൾ കുടിക്കണം, തീർത്ഥമായിട്ട് സാപ്പിടും. അത് നമ്മൾ സാപ്പിട്ട് മുടിஞ்சு இன்னும் எக்ஸ்ட்ரா இருக்கிற பால் கொண்டு போய் நம்ம வீட்டு நிலையில வாசப்படியில் எങ്ങനെ விட்டாൽ മതി. ഓ, വീട്ടിൽ ബാക്കിയുള്ള തളിക്കണം. ഓ, ശങ്കര ഭഗവാൻ പേരെന്നൊരു സാലിഗ്രാം. ആ, ശരി. 1500 ഒരെണ്ണം 700 തരും. ശങ്കര ഭഗവാൻ സാലിഗ്രാം நம்ம குடும்பத்தில் இருந்தாலே போட்டி பொறாமையை கண்டிட்டு டிஸ்டி தொழில் பிஸ்னஸுக்கு நல்லது. ஸ்படிகலிங்கமும் இதுவும் சேர்த்து ரெண்டும் கூட வச்சாலே சைவனை இல்லி கிள்ளி மோர்பாடம் ஒத்தலை செத்தலை எந்த இடத்துக்கு போனாலும் ஒரு குழப்பம் ஆகாது. பூஜா மாதிரியே இது பேர் இது சங்கர பகவான் சாலிகிராம். ശങ്കര ഭഗവാൻ. ഇത് ഗോമതി ചക്രം, ഗോമതി ചക്രം, ശംഖ് ചക്രം. അത് ഗംഗയിൽ നിന്ന് വരുന്നതാണോ? അതിന്റെ പ്രത്യേകത എന്തുവാ? വീട്ടിൽ വെച്ചാ അതേപോലെ തന്നെ ഐശ്വര്യം വരും. ഏത് ഡബിളായിട്ട് കൊണ്ടുപോയി വീട്ടിൽ വെച്ചാലേ ഏത് മാതിരി കുഴപ്പങ്ങൾ വരാതെ. ഇതിന്റെ പേര് അത് വിഷ്ണു, ഗണപതി, ലക്ഷ്മി, സാലിഗ്രാം. ഏതൊക്കെയാ? എല്ലാം സെയിം ഉണ്ട് അതിന്. ഇതിനകത്ത് എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ട്. ഇത് ലക്ഷ്മി വൈറ്റ്. ഓ, വൈറ്റ് ലക്ഷ്മി. ഇത് വിഷ്ണു, ഇത് ഗണപതി. ഇത് പച്ചലിംഗേശ്വരം. പച്ചലിംഗേശ്വരം അതിന്റെ പേരാണ്. 4 5 കൊണ്ടുപോയി നമ്മൾ വീട്ടിൽ പൂജാമതിയിലെ വയ്ക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ബ്ലാക്ക് ശിവൻ സാലിഗ്രാം. ശിവൻ ഇതാണ് ശിവൻ. ഓ, വിഷ്ണുവും ഗണപതിയും പാർവതിയും അവരുണ്ട് അവിടെ. ഇത് ശിവൻ, കറുപ്പ് ശിവനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇതിപ്പം ഈ എല്ലാം ഗംഗയിൽ നിന്ന് വരുന്നതാണോ? എല്ലാം ദൈവത്തിനോട് സാധനം. ശരി ശരി ശരി. ഇതൊക്കെ രുദ്രാക്ഷം അല്ലേ? എല്ലാം ഇതിനൊക്കെ വില എങ്ങനെ? 6 മുഖം, 5 മുഖത്തിന് 50 രൂപ വില. 5 മുഖം എന്ന് വെച്ചാൽ എങ്ങനെ അറിയുന്നത്? 5 വരിവ് ഒരു മുഖം. ഏതാ ഈ വരി ഒരു മുഖം? ഓ, വര ഒരു മുഖമാണല്ലേ? ഇത് 5 വരി ഉണ്ട്. ഇത് 5 വരയുണ്ട്. ഇത് 2 മുഖം. ശിവൻ പാർവതി, തായും തന്തയും. ഇത് 2 മുഖം അല്ലേ? 2 മുഖം, ശിവനും പാർവതിയും. ഇത് ഒരു മുഖം, ശിവനോട് നെറ്റിക്കണ്ണ്. ഇത് ഒരു മുഖം അല്ലേ? ഒരു മുഖം ശിവന്റെ തൃക്കണ്ണ്. ശരി ശരി ശരി. അടുത്ത 6 മുഖം ഉണ്ടോ? 6 മുഖം. ഓ, മുരുകനാണ് 6 മുഖം അല്ലേ? ഇപ്പൊ 5 മുഖം ശിവനുക്ക്. 5 മുഖം ശിവനുക്ക്, 6 മുഖം മുരുകൻ. ഇതാണോ? അത് 6 മുഖം മുരുകൻ അല്ലേ? ഓക്കെ ഓക്കെ. അതും 108. ഇത് 54. അതിലൊരു രുദ്രാക്ഷമാണല്ലേ? അതിനെങ്ങനെയാ വില? അത് 650 രൂപ അല്ലേ? ഇത് 350. ഓ, ശരി ശരി. ഇപ്പം വലുതിനോ? മെലിസ് ഇതെത്ര? അയ്യോ. ഇദ്ദേഹം പറയുന്നത് ഈ കാണുന്ന കല്ലുകളെല്ലാം ഗംഗയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണെന്നാണ്. നമ്മളുടെ ഇന്ത്യയിൽ ഭക്തിയും ഒരു ബിസിനസ്സാണല്ലോ. 800 രൂപയുടെ ഒരു സ്ഫടികലിംഗം വില മാർഗം ചെയ്ത് 180 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ചിട്ടൊന്നുമല്ല. ഇവിടെ വന്നതിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി മാത്രമാണ് ഞാനൊരു സ്ഫടികലിംഗം വാങ്ങിച്ചത്. കണ്ണാടിപ്പാലം കാണുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ശക്തമായ കാറ്റായതുകൊണ്ട് ഇനി ആരെയും ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. സാധാരണയായിട്ട് നവംബർ ഡിസംബർ മാസം വീശാനുള്ള കരക്കാറ്റ് ഈ പ്രാവശ്യം ജനുവരി മാസത്തിലാണ് എത്തിയത്. അതാണ് ഇത്രയും സീനായത്. അതുകൊണ്ട് തന്നെ കണ്ണാടിപ്പാലവും വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും നമുക്ക് ദൂരെ നിന്ന് കണ്ട് ആഗ്രഹം തീർക്കാം.
എൻ്റെ ഈ സെയിം സിറ്റുവേഷൻ നിങ്ങൾക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത വഴി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. തിരികെ ട്രെയിൻ ടൈം 3:10 ഉള്ളത്. അതുവരെ സമയം കളയാൻ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് നിന്നപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള മായാപുരി വാക്സ് മ്യൂസിയം ഓർമ്മ വന്നത്. ഈ മ്യൂസിയത്തിൽ പ്രധാനമായും 4 സേവനങ്ങളാണ് ഇവർ നമുക്ക് വേണ്ടി തരുന്നത്. അതിൽ 3 ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. മറ്റൊന്ന് കുട്ടികൾക്കുള്ള കാർ ഡ്രൈവിങ്ങിൻ്റെ ആണ്, ഞാനത് ചൂസ് ചെയ്തില്ല. ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ഒരു വാക്സ് മ്യൂസിയം, പിന്നെ 3D ആർട്ട് ഗാലറി, മറ്റൊന്ന് വെർച്വൽ റിയാലിറ്റി തിയേറ്റർ എന്നിവയാണ്. ഈ 3 എണ്ണത്തിനും കൂടി 240 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. ഇതൊരു സ്പോട്ട് സ്റ്റുഡിയോ ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് ചൂസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ പിക്ചറാക്കിയിട്ട് ഇവർ നിമിഷ നേരം കൊണ്ട് നമ്മുടെ കയ്യിൽ ഫോട്ടോ തരും. 50 രൂപയാണ് റേറ്റ്. ഇതാണ് വെർച്വൽ റിയാലിറ്റി തിയേറ്റർ. നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു 3D ഗ്ലാസ്സൊക്കെ തരും. ഞാൻ ഇരുന്നത് സെക്കൻഡ് റോയിലാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക എന്നുണ്ടെങ്കിൽ ഏറ്റവും ഫ്രണ്ട്ലി ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 5 മിനിറ്റ് ഇവരൊരു വീഡിയോ പ്ലേ ചെയ്യും. നമ്മൾ ARM കൽക്കിയൊക്കെ 3D കണ്ടത് വെച്ച് നോക്കുമ്പം ഇത് അത്രത്തോളം ഇല്ലെങ്കിലും ഒരു 5 മിനിറ്റ് കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണിത്.
കണ്ണാടിപ്പാലത്തിൽ കയറാൻ പറ്റാത്തതോ വാക്സ് മ്യൂസിയത്തിൽ കയറാൻ പറ്റിയതോ അല്ല എന്നെ അതിശയിപ്പിച്ചത്. തിരികെയുള്ള ടിക്കറ്റ് ചാർജ് ആയിരുന്നു വെറും 35 രൂപ. ഇന്ത്യയിലെ തെക്കേ അറ്റത്തുള്ള ലാസ്റ്റ് സ്റ്റോപ്പാണ് ഈ കാണുന്ന കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. ഈ സ്റ്റോപ്പിൽ ഞാൻ വീണ്ടും എത്തും കണ്ണാടിപ്പാലത്തിൽ കയറാനായി. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പറ്റിയാൽ എന്തെങ്കിലും കമൻ്റ് അടിക്കണം.